കഴുകനും കാക്കയും. ഒരിക്കൽ നാഗൂർ കാട്ടിൽ വളരെയധികം ക്ഷാമം സംഭവിച്ചു. ആ കാട്ടിൽ ജീവിച്ചിരുന്ന 2 കാക്കകൾ ആ ക്ഷാമം കാരണം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. കാലു, നിങ്ങളോട് ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, എന്റെ കൂടെ വേറെ കാട്ടിലേക്ക് വരുന്നോ ഇല്ലയോ? നിങ്ങൾ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നമ്മൾ വിശപ്പ് കൊണ്ട് ഇവിടെ ചത്തുപോകും. അയ്യോ റാണി, പക്ഷെ ഈ കാട്ടില് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മൾ ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഭക്ഷണമൊക്കെ തന്ന് സഹായിച്ചത് അവരല്ലേ? അവരൊക്കെ വിട്ട് ഞാൻ എങ്ങനെയാ വരാ? നീ തന്നെ പറ. അയ്യോ, അവര് നമുക്ക് ഭക്ഷണം തന്നു. ഇനി അവരുടെ കയ്യിൽ ഭക്ഷണമില്ലെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? കാലു, ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാല് ഞാൻ മുട്ടയിടാൻ പോവാണ്. അടുത്ത കാട്ടില് ഒരുപാട് പഴങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയി പഴങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് ജീവിക്കാം. ശരി ശരി റാണി, എനിക്ക് ഈ കാട് വിടാനോ ഇഷ്ടമല്ല. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ വരാം. അതും പറഞ്ഞ് കാക്ക തന്റെ ഭാര്യയുടെ കൂടെ അടുത്ത കാട് നോക്കി പറന്നുപോയി. അങ്ങനെ പറന്നുപോയ 2 കാക്കയും അടുത്ത കാട്ടിൽ എത്തിയപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഒരു അഴകാർന്ന മാവുമരം കണ്ടു. അത് കണ്ടതും 2 കാക്കകളും വളരെയധികം സന്തോഷിച്ചു. കാലു, അത് കണ്ടോ? ഒരു മരത്തിൽ എത്ര മാമ്പഴമുള്ളത്! ആ മാമ്പഴം കഴിച്ച് ഞാൻ കുറെ ദിവസമായി. വാ, നമുക്കത് കഴിക്കാം. അതും പറഞ്ഞ് 2 കാക്കയും ആ മാമരത്തിലിരുന്ന് മാമ്പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. മാമ്പഴങ്ങൾക്ക് ഓരോന്നും വളരെ രുചിയുണ്ടായിരുന്നു. ആ സമയത്ത് ആ മാമരത്തിന്റെ ഉടമ അവിടേക്ക് പറന്നു വന്നു. അയ്യോ, ദയവ് ചെയ്ത് ഞങ്ങൾ വിടണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് വന്നത് ഈ കാട്ടിലേക്ക്. എന്റെ വയറ്റിനുള്ളിൽ മുട്ടയുണ്ട്. മാമ്പഴം കഴിക്കാൻ ആഗ്രഹം വന്നിട്ടാ ഞാൻ ഒന്ന് തിന്നത്. ഏയ് കാക്കേ, നീ പറഞ്ഞത് സത്യമായാൽ എനിക്ക് ഇരട്ടി ലാഭം. നിന്റെ അഴകായ ഇറച്ചി ഞാൻ കഴിക്കും. നിന്റെ വയറ്റിലുള്ള മുട്ടയും ഞാൻ കഴിക്കും. അയ്യോ, എന്റെ ഭാര്യയെ വിടണേ. കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്നാ മുട്ടയിടാൻ പോകുന്നത്. ശരി കാക്കേ, നീ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ നിന്റെ ഭാര്യയെ വിടാം. പക്ഷെ അതിന് പകരം നീ എനിക്ക് എന്തെങ്കിലും തരണം. അയ്യോ, എന്ത് വേണമെന്ന് പറഞ്ഞാ ഞാൻ തരാം. നിങ്ങൾക്ക് തന്നായിരിക്കും. എനിക്ക് കുറച്ച് ദിവസമായി സുഖമില്ല. ഡോക്ടർ പറഞ്ഞു പ്രാവിന്റെ ഇറച്ചി കഴിച്ചാൽ ശരിയാവുന്നേ. നിന്നെക്കൊണ്ട് എനിക്ക് നല്ലൊരു കൊഴുത്ത പ്രാവിനെ കൊണ്ടുതരാമോ? ശരിയാ, ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഇറച്ചിയുള്ള ഒരു പ്രാവിനെ കൊണ്ടുതരാം. നീ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ, കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഞാന് ശരിയാക്കും. തീർച്ചയായും ഞാൻ കൊണ്ടുവരാം. ഇപ്പോൾ തന്നെ ഞാൻ പോകാം. അതും പറഞ്ഞ് കാക്ക തന്റെ കാട് നോക്കി പറന്നുപോയി. കാലു, നീ എവിടെ പോയതായിരുന്നു? രാവിലെ മുതൽ നിന്നെ കണ്ടതേയില്ല. ചേട്ടാ, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ കരയുന്നേ? മോളെ മീനോ, നമ്മുടെ കാട്ടില് ഭക്ഷണത്തിന് ക്ഷാമം വന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയും അടുത്ത കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയപ്പോൾ ഒരു മാമ്പഴം കഴിച്ചപ്പോൾ എന്റെ ഭാര്യയെ അവിടെ പിടിച്ചു വെച്ചു. പ്രാവിന്റെ ഇറച്ചി കൊടുത്താലേ ഭാര്യയെ തിരിച്ചുവിടുന്നു പറഞ്ഞു. കാലു, നിന്നോട് ആരോടാ അടുത്ത കാട്ടിലേക്ക് പോകാൻ പറഞ്ഞത്? അതൊരു മോശമായ കാടാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ ഭാര്യക്ക് വേണ്ടിട്ട് എനിക്ക് എന്റെ ജീവൻ കൊടുക്കാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട സമയമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം. നമ്മൾ അതുപോലെ ചെയ്താല് നമ്മുടെ ആദ്യ ജീവിതവുമില്ലാതെ പ്രശ്നമില്ലാതെ നമുക്ക് ചേച്ചി രക്ഷിക്കാം. മീനുകുരുവി എല്ലാവരോടും തന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തു. മീനയുടെ ഐഡിയ കേട്ടതും കാക്ക വളരെ സന്തോഷിച്ചു. അങ്ങനെ ആ കാട്ടിലേക്ക് പറന്നുപോയി. കഴുകൻ ചേട്ടാ, ഞങ്ങളുടെ ആഗ്രഹം പോലെ നല്ല കൊഴുത്ത പ്രാവിനെ എനിക്ക് കിട്ടി. വാ, നമുക്ക് ആ ഇടം കാണിച്ചു തരാം. എന്ത് കൊഴുത്ത പ്രാവോ? കാലു, നീ പറഞ്ഞപ്പോൾ തന്നെ എന്റെ നാവിൽ വെള്ളം വന്നു. ഇപ്പം തന്നെ വരാം. ഉടനെ കാക്ക അവരെയും കൂട്ടി തന്റെ കാട്ടിലേക്ക് പറന്നു വന്നു. കഴുകൻ ചേട്ടാ, ആ പ്രാവ് ഈ നദിക്കരയിൽ ഇരുന്ന വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ ശബ്ദമില്ലാക്കാതെ ഇരിക്കെ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കാണിക്കാം. കാലു, വേഗം, എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എനിക്ക് ആ പ്രാവിന്റെ ഇറച്ചി കഴിക്കണം. അതാ അവിടെ നോക്ക്, ആ പ്രാവ് എവിടെയുള്ളേ? ഉടനെ കഴുകൻ അവിടെയുള്ള പ്രതിഫലം കണ്ടു. എന്നാൽ സത്യത്തിൽ പ്രാവ് ഒരു മരത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രതിരൂപമാണ് വെള്ളത്തിൽ കാണുന്നുണ്ടായിരുന്നത്. പക്ഷെ പ്രാവിനെ കണ്ട സന്തോഷത്തിൽ ആ ഒരു കഴുകൻ വേഗം ആ വെള്ളത്തിലേക്ക് തുള്ളിച്ചാടി. ആ സമയത്ത് ഉപയോഗിച്ച് എല്ലാ കൂട്ടുകാരും കൂടി ഒരു നിമിഷം പോലും താമസിക്കാതെ അവർ പ്ലാൻ ചെയ്ത പോലെ നിറയെ കല്ലുകളെടുത്ത് അതിന്റെ മേലേക്ക് എറിഞ്ഞു. ഉടനെ അത് അവിടെ തന്നെ ചത്തു വീണു. ഇത് കണ്ട എല്ലാവരും വളരെയധികം സന്തോഷിച്ചു.
പിന്നെ റാണിക്കാക്കയുടെ അടുത്ത് ഓടിപ്പോയി റാണിക്കാക്കയെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. റാണി, ഇതാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്, എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒത്തൊരുമായി ജീവിക്കുന്നതാണ് നമുക്ക് നല്ലത്. വാ, ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാട്ടിലേക്ക് പോവാം. റാണിക്കാക്കയും കാലുകാക്ക പറഞ്ഞ് സമ്മതിച്ച് തന്റെ കാട്ടിലേക്ക് പറന്നുപോയി. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത്, ഒത്തൊരുമയാണ് ബലം.